നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. അതായത് ഒരു 30-25ഓളം ഫോർമുലകൾ, കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്, സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ എന്താ ഓർത്ത് വെക്കണം, കാരണം ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളതായ മെത്തേഡിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ മാറ്റിയിട്ട് എന്നിട്ട് അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ വേറൊന്ന്, എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിയുള്ളൂ. പിന്നെ നോക്കി വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും, പക്ഷേ എഴുതാൻ നോക്കുന്ന സമയത്ത് ചിലപ്പം കിട്ടുകയില്ല. അപ്പോൾ എന്താക്കുക, എഴുതി പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ഒന്നാമത്തത് സൈൻ ഓഫ് മൈനസ് എക്സ്, രണ്ടാമത്തത് കോസ് ഓഫ് മൈനസ് എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ്, ഈ സൈനൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് കുറച്ചും കൂടി ഫോർമുല എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈനൊരു പ്രത്യേകത ഉണ്ട്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് എക്സ് ആണ്. ദെൻ മൂന്നാമത്തത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. അത് നാലാമത്തത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ദെൻ 5 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. 6 സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ആദ്യം കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ ഫോർമുല, അതിൻ്റെ ഐഡൻറ്റിറ്റി കോസ് എക്സ് കോസ് വൈ, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് എക്സ് മൈനസ് വൈൻ്റെ ഫോർമുല എന്തായിരിക്കും? കോസ് എക്സ് കോസ് വൈ ആണ്, ഇവിടെ സൈൻ എക്സ് സൈൻ വൈ ആണ്. ഇവിടെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈക്ക് ഇവിടെ മൈനസ് ആണ്, അപ്പം എക്സ് മൈനസ് വൈക്ക് ഇവിടെ പ്ലസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് ചെറിയ മാറ്റങ്ങളുള്ള ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈക്ക് നേരെ മാറ്റേണ്ടത് സൈൻ എക്സ് കോസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും? സൈൻ എക്സ് കോസ് വൈ, ഇതേപോലെ തന്നെ കോസ് എക്സ് സൈൻ വൈ. ഇത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈക്ക് ഇവിടെ പ്ലസ് ആണ്, അപ്പം സൈൻ ഓഫ് എക്സ് മൈനസ് വൈക്ക് ഇവിടെ മൈനസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം സെൻട്രലുള്ള സൈന്, പിന്നെ കോസ് ആണെങ്കിൽ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ മൈനസ്, കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ പ്ലസ്, അതായത് നേരെ ഓപ്പോസിറ്റ്. പിന്നെ അതേപോലെ ടേംസ് വരുന്നത്, പിന്നെ കോസിൻ്റെത് കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ, സൈനിൻ്റെത് സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ. അതേപോലെ ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലാവില്ലേ? അതായത് കോസിൻ്റെത് ടേംസ് വരുന്നത് കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ, സൈനിൻ്റെത് ടേംസ് വരുന്നത് സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അതേപോലെ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ മൈനസ്, കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ പ്ലസ്, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ പ്ലസ് തന്നെ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ മൈനസ് തന്നെ. ഓക്കെ, ദെൻ ഇനി ഏഴാമത്തെ ഫോർമുല, ഏഴാമത്തത് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. എട്ടാമത്തെ ഫോർമുല സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്, സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പം സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഫോർമുല വരുന്നത് കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. ഇതിൻ്റെ തന്നെ അങ്ങോട്ട് എഴുതാം, കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. അതേപോലെ സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്തായിരിക്കും? നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്,
അപ്പം കോസ് ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, അതേപോലെ സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് എന്തായിരിക്കും? അല്ല ചോദിക്കുക, സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതും കോസ് എക്സ് തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ മറ്റൊരു കോൺസെപ്റ്റിൽ എടുക്കുക. കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ എക്സ്, കോസ് ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. അതായത് ഇതിൻ്റെ നേരെ മൈനസ് സൈന്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് സൈന്. അതേപോലെ ഇപ്പം സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് അല്ലേ വരേണ്ടത്. അപ്പം കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് തന്നെയാണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെയല്ലേ. അപ്പം മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാ ഇക്വേഷൻ തമ്മിലും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ ഇനി നെക്സ്റ്റ് കോസ് ഓഫ് പൈ മൈനസ് എക്സ്. കോസ് ഓഫ് പൈ മൈനസ് എക്സ്, കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. കോസ് ഓഫ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ഓക്കെ, കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ദെൻ നെക്സ്റ്റ് ഇനി കോസ് ഓഫ് പൈ പ്ലസ് എക്സ്, കോസ് ഓഫ് പൈ പ്ലസ് എക്സ്. അതേപോലെ സൈൻ ഓഫ് പൈ പ്ലസ് എക്സ്, സൈൻ ഓഫ് പൈ പ്ലസ് എക്സ്. കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്. അപ്പം കോസ് ഓഫ് പൈ പ്ലസ് എക്സ്, കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്, സെയിം ആണ്. ദെൻ സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും മൈനസ് കോസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോസ് ഓഫ് 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. സൈൻ ഓഫ് 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് തന്നെയാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പിന്നെ എന്താ ഇത് ഒരേപോലെ വരുന്നത് ഒരു ഗ്രൂപ്പാക്കി പഠിക്കുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏകദേശം ഒരേപോലെ വരുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പാക്കി പഠിക്കുകയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മെത്തേഡാണോ അതാണോ ആ മെത്തേഡിലേക്ക് മാറ്റിയിട്ട് പഠിക്കുക. പിന്നെ എഴുതി പഠിക്കുക. വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മറന്നു പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ഫോർമുല, 10ാമത്തെ ഫോർമുല ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. അപ്പം ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇതാണ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ ടാൻ ഓഫ് എക്സ് മൈനസ് വൈ, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. അതായത് ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. മേലെ പ്ലസ് ആകുമ്പം പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ്. അതപ്പം ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ്. ഓക്കെ, അപ്പം ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ഇത്. ദെൻ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, അതേപോലെ കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ. കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? കോട്ട് ഓഫ് എക്സ് കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ എന്താ ടാൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, ഉൾട്ടയല്ലേ കോട്ട്. അപ്പം കോട്ട് ഓഫ് എക്സ് പ്ലസ് കോട്ടെക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ടെക്സ് കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. അപ്പം കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം
കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് ഇത് നേരെ ഉൾട്ട വരും. അപ്പം കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. ഓക്കെ, അപ്പം 12ാമത്തത്, ഇത് 13ാമത്തത്. ദെൻ ഈ നെക്സ്റ്റ് കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ. ഈ നെക്സ്റ്റ് പറയുന്നത് കോസ് 2x, അതേപോലെ സൈൻ 2x, ടാൻ 2x, കോസ് 3x, സൈൻ 3x, ടാൻ 3x. ഈ ഫോർമുലയും കൂടി പറയുന്നുണ്ട്. അതെ, കോസ് 2x, സൈൻ 2x, ടാൻ 2x. കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറേ കൊണ്ടുപോകാം. പക്ഷെ ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് കോസ് 2x. ഓർത്ത് വെക്കുക കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് 2x ആണ്. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2x ആണ്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2x ആണ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2x ആണ്. അപ്പം എന്താ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2x ആണ്. ഇനി സൈൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. കോസ് 2x നമുക്ക് മറ്റൊരു ഫോർമുലയും കൂടി എഴുതാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ 2x ഒരു ഫോർമുല എഴുതാം. 2 സൈൻ എക്സ് കോസ് എക്സ്. 2 സൈൻ എക്സ് കോസ് എക്സ്. ഇനി ടാൻ 2x. ടാൻ 2xൻ്റെ പോലെ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ 2x is equal to 2 tan x divided by 1 minus tan square x. ഇനി sin 3x cos 3x tan 3x. ആദ്യം sin 3x എന്ന് പറഞ്ഞാൽ 3 sin x minus 4 sin cube x ആണ്. 3 sin x minus 4 sin cube x. ഇനി cos 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. അതേപോലെ ടാൻ 3x എന്ന് പറഞ്ഞാൽ 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ്. 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് ടാൻ 3x. ഇനി പിന്നെ ഫോർമുല വരുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ പഠിക്കാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എത്ര പഠിക്കുമ്പോൾ തലയിൽ കയറുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈൻ 2x വരെയുള്ള ഫോർമുലയാണെങ്കിലും എന്താക്കുക പഠിച്ച് വെക്കണം. എന്നാലേ നമുക്ക് ട്രിഗ്നോമെട്രിൻ്റെ ഇതൊക്കെ സിമ്പിളാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ ഇനിയുള്ള ഒരു ഫോർമുല കോസ് ഓഫ് എക്സ് പ്ലസ് കോസ് വൈ എന്താ വരിക, കോസ് ഓഫ് എക്സ് മൈനസ് കോസ് വൈ എന്താ വരിക, സൈൻ ഓഫ് എക്സ് പ്ലസ് സൈൻ വൈ എന്താ വരിക, സൈൻ ഓഫ് എക്സ് മൈനസ് സൈൻ വൈ എന്താ വരിക, അതും കൂടി മറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ 2 കോസ് എക്സ് കോസ് വൈ എന്തായിരിക്കും. ആ ഒരു 8 ഫോർമുലയും കൂടെ ഉണ്ട്. അതിൻ്റെ ആ ഒരു 2 ഫോർമുല പഠിച്ച് വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് അങ്ങ് എഴുതാം. 2 ഫോർമുലൻ്റെ കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞ് വെച്ചാൽ മതി, ബാക്കി ഫോർമുല അങ്ങ് എഴുതാം. ഓക്കെ, നമുക്ക് ആ ഫോർമുലയും കൂടി എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അടുത്ത ആദ്യം കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈ, അതേപോലെ കോസ് എക്സ് മൈനസ് കോസ് വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ആദ്യം കോസ് എക്സ് പ്ലസ് കോസ് വൈ. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്നാൽ 2 കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 2. 2 കോസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2.
അങ്ങനെയാണെങ്കിൽ cos x മൈനസ് വൈ എന്തായിരിക്കും? 2 സൈൻ cos x മൈനസ് cos y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 സൈൻ x പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 സൈൻ x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 സൈൻ x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. ദെൻ സൈൻ x പ്ലസ് സൈൻ y, സൈൻ x പ്ലസ് സൈൻ y 2 സൈൻ x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 സൈൻ x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 cos x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. ദെൻ സൈൻ x മൈനസ് സൈൻ y 2 cos x plus y divided by 2 sin x minus y divided by 2. then ഇനി നമുക്ക് ഒന്നും കൂടി ഒരു 4 ഫോർമുലയും കൂടി ഒന്ന് അറിഞ്ഞു വെക്കാനുണ്ട്. 2 cos x cos y 2 cos x cos y -2 sin x sin y 2 sin x cos y 2 cos x sin y. ആദ്യം 2 cos x cos y, 2 cos x cos y എന്ന cos of x plus y plus cos of x minus y ആണ്. cos of x plus y cos of x minus y. അടുത്തത് -2 sin x sin y എന്നാണ് cos of x plus y minus cos of x plus y minus cos of x minus y, cos of x minus y ഇവിടെ പ്ലസ് ആണ്. ദെൻ മൂന്നാമത് 2 sin x cos y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin of x plus y plus sin of x minus y, sin of x plus y plus sin of x minus y. അടുത്ത 2 cos x sin y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin of x plus y minus sin of x plus y minus sin of x minus y, sin of x minus y. ഇത്രയും ഫോർമുല ഉണ്ട്. ഇത്രയും ഫോർമുല നിങ്ങൾ എഴുതി പഠിക്കണം. പിന്നെ ഇമ്പോസിഷൻ എഴുതുമ്പോൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുലയൊക്കെ നമുക്ക് ബൈഹാർഡ് ആക്കാൻ പറ്റുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്പിളായിരിക്കും. അപ്പം ഒപ്പം തന്നെ അങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്ത് ഒരു ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് വെച്ച് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4 ഫോർമുല നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു കോൺസെപ്റ്റിലേക്ക് മാറ്റിയെടുക്കുക. സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എന്നാൽ പിന്നെ ബാക്കിയുള്ള നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് cos 7x plus cos 5x plus cos 5x divided by sin 7x minus sin 5x, sin 7x minus sin 5x is equal to cot x, ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കുറേ ഫോർമുല പറഞ്ഞ സമയത്ത് cos x പ്ലസ് കോസ് വൈക്കും സൈൻ എക്സ് പ്ലസ് സൈൻ വൈക്കുള്ള ഫോർമുല പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? cos x പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ 2 cos x പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 cos x മൈനസ് വൈ ഡിവൈഡ് ബൈ 2. അതേപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈൻ്റെ ഫോർമുല പറഞ്ഞത് 2 cos x പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 2. ഇതായിരുന്നു ഫോർമുല പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാം. അപ്പം cos x പ്ലസ് കോസ് വൈ എന്നുള്ള ഫോർമുല ആണിത്. അപ്പം cos x പ്ലസ് കോസ് വൈ എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാം. 2 cos x പ്ലസ് വൈ 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 cos x മൈനസ് വൈ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ 2 cos x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 സൈൻ x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 x മൈനസ് വൈ
ഡിവൈഡഡ് ബൈ 2. അതായത് ഈ ഫോർമുല നമ്മൾ നേരത്തെ തന്ന ഒരു ഫോർമാറ്റിലേക്ക് കോസ് എക്സ് പ്ലസ് കോസ് വൈയും അതേപോലെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയും അതിൻ്റെ ഇതിലേക്ക് മാറ്റി എഴുതിയതാണിത്. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 cos 7x പ്ലസ് 5x ഡിവൈഡ് ബൈ 2 cos 7x മൈനസ് 5x ഡിവൈഡ് ബൈ 2 നമുക്ക് ആൻസർ കിട്ടുക കോസ് എക്സ് ആണ്. കോസ് എക്സ് അടിയിലത്തെ ഉണ്ടാവുക സൈൻ എക്സ്. സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താ, കോട്ട് എക്സ് അല്ലേ. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 tan x അല്ലേ. 1 tan x എന്ന് പറഞ്ഞാൽ എന്താ, കോട്ട് എക്സ് ആണ്. അതെങ്ങനെയാണ് ഇവിടെ 2 cos 7x പ്ലസ് 5x ഡിവൈഡ് ബൈ 2 cos 7x മൈനസ് 5x ഡിവൈഡ് ബൈ 2 കോസ് എക്സ് മാത്രമായത്. അതെങ്ങനെ കോസ് എക്സ് മാത്രമായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഇതെങ്ങനെ ഇവിടെ കോസ് എക്സ് ആയതെന്ന്? നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇത് പറഞ്ഞിരുന്നു, ഐഡൻറ്റിറ്റീസ് പറഞ്ഞിരുന്നു. അതായത് 2 cos x cos y ഇസിക്കൽ cos of x plus y plus cos of x minus y. 2 cos x cos y ഇസിക്കൽ ടു cos of x plus y plus cos of x minus y എന്നൊരു ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, കോസ് എക്സ് കിട്ടുക. അതേപോലെ ഇവിടെ 2 cos x sin y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സൈൻ എക്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ 2 ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് മാറ്റാൻ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു കോസ് എക്സ് പ്ലസ് കോസ് വൈ, അതേപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു. ഇതിനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ വേറൊരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു 2 cos x cos y ഡിവൈഡ് ബൈ 2 cos x cos y എന്ന ഐഡൻറ്റിറ്റിയും 2 cos x sin y എന്ന ഐഡൻറ്റിറ്റിയും യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ 2 ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, LHS is equal to RHS, hence it is proved. നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് പ്രൂവ്ഡ് എന്ന് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് കൂടുതലായി എക്സാമ്പിളൊക്കെ ചെയ്തത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് പറയാം ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന ഭാഗമാണ്. അതായത് ജനറൽ സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷനും ഒക്കെ വരുന്ന ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന ഭാഗമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിലെ ജനറൽ സൊല്യൂഷൻ അതേപോലെ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്. അതായത് നമുക്കറിയാം 4 ക്വാഡ്രൻറ്റിൽ വരുന്ന സൈന് ഇവിടെ എല്ലാം ഓൾ സൈൻ എന്താണ്, പോസിറ്റീവാണ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ സൈനും അതേപോലെ കൊസീക്കും ആണ് പോസിറ്റീവ് ഉള്ളത്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ ടാനും അതേപോലെ കോട്ടും ആണ് പോസിറ്റീവ് ഉള്ളത്. നാലാമത്തെ ക്വാഡ്രൻറ്റിൽ കോസും അതേപോലെ സീക്കും ആണ് എന്ത്, പോസിറ്റീവ് ഉള്ളത്. ഇത് നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചതാണ്. അതിൻ്റെ സൈന് എങ്ങനെ വരുന്നത്, ഓള് ഇത് ഒന്നാമത്തെ ക്വാഡ്രൻറ്റിൽ ഫുൾ സൈനും പോസിറ്റീവാണ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ സൈനും അതേപോലെ അതിൻ്റെ ഉൾട്ടയും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. 4 കോസും സീക്കും പോസിറ്റീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തീറ്റ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ആംഗിള് തീറ്റ. അത് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ക്വാഡ്രൻറ്റിൽ എത്തുന്ന നേരം പൈ മൈനസ് തീറ്റ ആവും. ഇത് ഈ ക്വാഡ്രൻറ്റിലേക്ക് വരുന്ന സമയത്ത് പൈ പ്ലസ് തീറ്റ ആവും. അതേപോലെ പിന്നെ ഈ ക്വാഡ്രൻ്റ് ആകുമ്പോൾ 2π മൈനസ് തീറ്റ. ഇത് ഓർത്ത് വെക്കുക. അതായത് ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ എന്താ 90-90നെക്കാട്ടും കുറവാണ്, എന്നാൽ 270നെക്കാട്ടും കൂടുതലാണ്. ഓക്കെ, അപ്പം അത് ഈ ക്വാഡ്രൻറ്റിൽ എത്തുമ്പോൾ പൈ മൈനസ് തീറ്റ, ഇങ്ങോട്ട് എത്തുമ്പോൾ പൈ പ്ലസ് തീറ്റ, ഇവിടെ 2π മൈനസ് തീറ്റ. ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലേ വേണം. പിന്നെ എന്നാലേ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അതേപോലെ ജനറൽ സൊല്യൂഷനും സിംപ്ലി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും തമ്മിലുള്ള മാറ്റം, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്തായിരിക്കും, എക്സ് 2π നമ്മുടെ വാല്യൂ 2πനെക്കാട്ടും കുറവായിരിക്കും, അതേപോലെ 0നെക്കാട്ടും കൂടുതലായിരിക്കും. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ലെസ് ദാൻ 2π ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വെച്ചാൽ ഈ രണ്ടിനും ഇടയിലായിട്ടായിരിക്കും എക്സ് എന്ന് പറഞ്ഞ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. അതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. എന്നാൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ അതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂസിനും എന്താവാം, പിന്നെ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവാം. അതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പം എന്താ നമുക്കറിയാം 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 0 അപ്പോൾ 0 ഡിഗ്രിയും 360 ഡിഗ്രിൻ്റെ ഇടയിലായിട്ടായിരിക്കും പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ടാവുക. എന്നാൽ അറ്റ് എനി ഇൻറ്റീജർ, ഇതിനുള്ളിൽ ഏത് ഇൻറ്റീജറിലും എന്തുണ്ടാവാം, ജനറൽ സൊല്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒരു ക്വസ്റ്റ്യന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒന്ന് കണ്ടുപോകാം.
Question is find the principal solution of the equation sin x is equal to root 3/2. Principal solution ആണ് നമ്മൾ കാണുന്നത്. sin x is equal to root 3/2. ഫസ്റ്റ് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഏതൊക്കെ ക്വാഡ്രൻറ്റിനാണ് സൈനിന് പോസിറ്റീവ് വാല്യൂ വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ് സൈന് പോസിറ്റീവ് വാല്യൂ വരുന്നത്? ഒന്ന് ഈ ക്വാഡ്രൻറ്റും രണ്ടാമത്തെ ക്വാഡ്രൻറ്റും. ഈ രണ്ട് ക്വാഡ്രൻറ്റിലാണ് സൈനിൻ്റെ വാല്യൂവിന് പോസിറ്റീവ് വരുന്നത്. ഇത് രണ്ടും എന്താണ്? രണ്ടിനും നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ ടാനാണ് പോസിറ്റീവ് വരുന്നത്, ഇവിടെ കോസിനാണ് പോസിറ്റീവ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പിന്നെ സൈൻ എക്സ് റൂട്ട് 3/2 വരുന്ന വാല്യൂസ് നമ്മൾ റേഡിയനും അതേപോലെ ഡിഗ്രിയും പറഞ്ഞ സമയത്ത് അത് പറഞ്ഞ പോലെ തന്നെ റൂട്ട് 3/2 വരുന്നത് 60ക്കാണ്. റൂട്ട് സൈൻ എക്സ് വാല്യൂ സൈൻ 60 ആണ് എന്ത്? റൂട്ട് 3/2. സൈൻ ഏത് ഡിഗ്രിയാണ് റൂട്ട് 3/2 വാല്യൂ വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പം സൈൻ 60ക്കാണ് റൂട്ട് 3/2 വാല്യൂ വരുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ഏതൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തന്ന സൈൻ എക്സ് ഇസിക്കൽ റൂട്ട് 3/2. അപ്പോൾ ഏതിനാണ് സൈൻ വാല്യൂ ഏത് ക്വാഡ്രൻറ്റിലൊക്കെയാണ് പോസിറ്റീവ് വരുന്നത് നോക്കുക ഫസ്റ്റ്. രണ്ടാമത്തത് സൈൻ ഏത് വാല്യൂക്കാണ് റൂട്ട് 3/2, അതായത് സൈൻ 30 ആണോ സൈൻ 60 ആണോ ഏത് വാല്യൂക്കാണ് റൂട്ട് 3/2 എന്നുള്ള ഇത് വരുന്നത്, റിസൾട്ട് വരുന്നത് എന്ന് നോക്കുക. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, മുമ്പ് നോക്കി വെച്ചതാണ്. ഇതിന് ശേഷം നമുക്ക് ആ വാല്യൂ അങ്ങ് എഴുതാം. അപ്പോൾ ഉദാഹരണത്തിന് സൈൻ എക്സ് ഇസിക്കൽ ടു റൂട്ട് 3/2 ഇസിക്കൽ ടു സൈൻ 60 ആണ് പറഞ്ഞു. 60 ഡിഗ്രി അത് റേഡിയൻ, 60ൻ്റെ റേഡിയൻ π/3. ഓക്കെ, π/3 ആണ് എന്ത്? 60 ഇതിൻ്റെ റേഡിയൻ. അപ്പം π/3. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞു. അപ്പം എക്സിൻ്റെ വാല്യൂ π/3 നമ്മൾ 1 കിട്ടി. ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷന് π/3 ആണെന്ന് കിട്ടി. അതായത് ഒന്നാമത്തെ ക്വാഡ്രൻറ്റിലെ സൊല്യൂഷൻ π/3. ഇനി രണ്ടാമത്തെ ക്വാഡ്രൻറ്റ് π മൈനസ് തീറ്റയാണ്. നമുക്ക് എന്താക്കാം, ഇതൊരു തീറ്റയായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യാം. ഈ π/3 എന്നുള്ളത് തീറ്റയായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ആക്കി കൺസിഡർ ചെയ്യാം. എക്സ് ആണെങ്കിൽ ഇവിടെ തീറ്റൻ്റെ സ്ഥാനത്തൊക്കെ എക്സ് അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എക്സ് ആക്കി കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലേക്ക് എത്തുന്ന സമയത്ത് എന്താവും? π മൈനസ് തീറ്റ ആവും. π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ π മൈനസ് π/3. π മൈനസ് π/3 എന്ന് പറഞ്ഞാൽ 3π മൈനസ് π എന്ന് പറഞ്ഞാൽ 2π/3. അപ്പം നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് അപ്പം ഈക്വൽ ടു സൈൻ 2π/3. അപ്പം നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് π/3, രണ്ട് 2π/3. ഓക്കെ, π/3 2π/3. ഓക്കെ, നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ തന്നെ കാണാനുള്ള മറ്റൊരു എക്സാമ്പിളും കൂടി ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ π/6ൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് കാണേണ്ടത്. ടാൻ എക്സ് ഇസിക്കൽ ടു -1/√3. ടാൻ എക്സ് ഇസിക്കൽ ടു -1/√3. ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ടാൻ ഇവിടെ മൈനസ് ആണ് വന്നത്. അപ്പോൾ ടാൻ മൈനസ് വരുന്നത് ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ മൈനസ് വരുന്ന ക്വാഡ്രൻറ്റുകൾ ഏതൊക്കെ നോക്കണം. ഇവിടെ പ്ലസ് ആണ് വന്നതെങ്കിൽ പ്ലസ് വരുന്ന ക്വാഡ്രൻറ്റുകളായി നോക്കണം. ഇപ്പോൾ ഇവിടെ -1/√3. അപ്പോൾ ടാൻ മൈനസ് വരുന്ന ക്വാഡ്രൻറ്റുകൾ ഏതൊക്കെ നോക്കണം. അപ്പോൾ ടാൻ മൈനസ് വരുന്ന ക്വാഡ്രൻറ്റുകൾ ഏതൊക്കെയാണ്? ടാൻ മൈനസ് വരുന്ന ഈ ക്വാഡ്രൻറ്റും ഒഴികെ ഈ രണ്ട് ക്വാഡ്രൻറ്റും ടാൻ എന്താണ്? മൈനസ് ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വാഡ്രൻറ്റും നാലാമത്തെ ക്വാഡ്രൻറ്റും ടാൻ്റെ വാല്യൂ മൈനസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര ടാൻ 30 ആണോ 1/√3 വരുന്നത്, അതായത് ടാൻ 45 ആണോ 1/√3 വരുന്നത്, ടാൻ 60 ആണോ 1/√3 വരുന്നത് എന്നുള്ളത് നോക്കലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ടാൻ്റെ എത്ര ഡിഗ്രിക്കാണ് 1/√3 വാല്യൂ വരുന്നത്? 1/√3 വരുന്നത് π/6, അതായത് 30 ഡിഗ്രിക്കാണ് 1/√3 വരുന്നത്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയനിലേക്ക് π/6. അപ്പം ടാൻ എക്സ് ഇസിക്കൽ ടു -1/√3 is equal to tan π/6 is equal to 1/√3. Okay, tan π/6 is equal to
1/√3. ദെൻ നെക്സ്റ്റ് അപ്പം ഇനി നമുക്ക് പറഞ്ഞു ഈ ക്വാഡ്രൻറ്റിൽ രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലും നാലാമത്തെ ക്വാഡ്രൻറ്റിലുമാണ്. അപ്പം രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ പൈ മൈനസ് തീറ്റയാണ്. ഓക്കെ, പൈ മൈനസ് തീറ്റ. അപ്പം പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് തീറ്റ എന്താണ്? π/6. π/6 എത്ര ആൻസർ വരുന്നത്? 5π/6. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒന്ന് കിട്ടിയോ? ഈ ക്വാഡ്രൻറ്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ നാലാമത്തെ ക്വാഡ്രൻറ്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ നാലാമത്തെ ക്വാഡ്രൻറ്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ എന്താ? 2π മൈനസ് തീറ്റ. അപ്പം 2π മൈനസ് തീറ്റ എന്താ? π/6. π/6. അപ്പം നമുക്ക് ആൻസർ എത്ര വരിക? 11π/6. അപ്പോൾ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയോ? നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് tan 5π/6 ഈസ് ഈക്വൽ ടു -1/√3. അതേപോലെ തന്നെ tan 11π/6 ഈസ് ഈക്വൽ ടു -1/√3. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. വെച്ചാൽ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഏത് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് തന്ന റിസൾട്ട് വാല്യൂ മൈനസോ പ്ലസ്സോ നോക്കിയിട്ട് ഇപ്പം ഇവിടെ tan x മൈനസ് ആണ്. അപ്പോൾ tan മൈനസ് വരുന്ന ഏതൊക്കെ ക്വാഡ്രൻ്റ് ആണെന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ദെൻ രണ്ടാമത്തത് ഈ വാല്യൂ വരുന്നത് tan ഏത് ഡിഗ്രി വരുന്ന tan ഏത് ഡിഗ്രിയുടെ വാല്യൂ ആണ് ഇത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ tan 30 ഡിഗ്രിയാണ് എന്ത്? -1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയൻ എടുക്കുക. അതിൻ്റെ റേഡിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് π/6 ആണ് ഇതിൻ്റെ റേഡിയൻ വാല്യൂ. എന്നിട്ട് π/6. അപ്പം ഇത് രണ്ടാമത്തെ ക്വാഡ്രൻ്റ് ആണ്. രണ്ടാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ π-θ എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ π-θ എന്നുള്ള ഫോം കാണാം. π- ഈ എടുത്ത വാല്യൂ π/6 ചെയ്താൽ അത് ഒന്നാമത്തത് ഈ ക്വാഡ്രൻ്റിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും, പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടും. ദെൻ രണ്ടാമത് ഈ ക്വാഡ്രൻ്റിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ 2π - θ. അപ്പം θൻ്റെ ഭാഗത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π - θ നമുക്ക് എന്താ? 11π/6 ഈ ക്വാഡ്രൻ്റിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ പ്രിൻസിപ്പൽ സൊല്യൂഷനും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുന്നത്. ഇനി ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് തിയറം ഉണ്ട്. സൈന്, കോസ്, ടാൻ, മൂന്നിനും 3 തിയറം ഉണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ. അതിൽ തിയറം 1, ഫോർ എനി റിയൽ നമ്പേഴ്സ് x and y sin x is equal to sin y implies x is equal to nπ plus -1 power n into y where n belongs to z integer. എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റിജറും ആവാം. അതേപോലെ തിയറം 2 cos x is equal to cos y ആണെങ്കിൽ cos x implies cos x is equal to cos y. cos x implies x is equal to 2nπ plus or minus y where n belongs to z. n belongs to n ഏത് ഇൻറ്റിജറും ആവാം. ദെൻ മൂന്നാമത്തെ തിയറം tan x is equal to tan y. tan x is equal to tan y implies x is equal to nπ plus y where n belongs to z. n ഏത് ഇൻറ്റിജറും ആവാം. ഈ മൂന്ന് തിയറം അതായത് sin x is equal to sin y എന്നാണെങ്കിൽ ഒന്നാമത്തെ തിയറം x is equal to nπ plus -1 power raised to n into y. cos x is equal to cos y. രണ്ടാമത്തെ തിയറം x-ൻ്റെ വാല്യൂ x is equal to 2nπ plus or minus y. tan x is equal to tan y ആണെങ്കിൽ x is equal to nπ plus y where n മൂന്നിലും n belongs to z എന്ന് വെച്ചാൽ n ഏത് ഇൻറ്റിജറും ആവാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം സൈന് വരുന്ന ഒരു എക്സാമ്പിൾ. ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് sin x is equal to minus square root of 3 divided by 2. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. അപ്പം നമ്മൾ
വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണാം, എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷനും കാണാം. ഫസ്റ്റ് നമുക്കൊന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യം സൈൻ്റെ വാല്യൂ മൈനസ് വരുന്ന ക്വാഡ്രൻ്റ് ഏതാ നോക്കുക. സൈൻ്റെ വാല്യൂ മൈനസ് വരുന്ന ക്വാഡ്രൻ്റാണ് രണ്ടാമത്തെ ക്വാഡ്രൻറ്റും മൂന്നാമത്തെ ക്വാഡ്രൻറ്റുമാണ് സൈൻ്റെ വാല്യൂ മൈനസ് വരുന്നത്. ദെൻ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഡിഗ്രിയുടെ സൈൻ വാല്യൂ ആണ് √3/2 എന്നുള്ളത് നോക്കണം. ഓക്കെ, ഏത് ഡിഗ്രിയുടെ സൈൻ വാല്യൂ ആണ് √3/2? √3/2 സൈൻ 60 ആണ് √3/2. അപ്പം സൈൻ 60 ആണ് √3/2. അപ്പം എക്സിൻ്റെ വാല്യൂ സൈൻ 60യുടെ റേഡിയൻ വാല്യൂ എത്രയാണ്? π/3. അപ്പം സൈൻ π/3 സൈൻ π/3യുടെ വാല്യൂ ആണ് എന്ത്? √3/2. ഓക്കെ, നമുക്കതും കിട്ടി. അപ്പം π/3. ദെൻ നെക്സ്റ്റ് ഈ ക്വാഡ്രൻ്റാണ്. അപ്പം മൂന്നാമത്തെ ക്വാഡ്രൻ്റാണ് π+θ ആണ് മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൻ്റെ വാല്യൂ വരിക. π+θ. അപ്പം π+θ ആകുമ്പം π/3 3π + π 4π/3. ദെൻ നാലാമത്തെ ക്വാഡ്രൻ്റ് 2π - θ ആണ്. അപ്പം 2π - θ ആണെങ്കിൽ 2π - π/3. അപ്പം 3 × 2π എന്ന് പറഞ്ഞാൽ 6π - 5π/3. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാം. ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയാക്കി എടുക്കുക. ഇതിനെ നമുക്ക് ബീറ്റയാക്കിയും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ആൽഫയുടെ ജനറൽ സൊല്യൂഷൻ കണ്ടാൽ മതി. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണണമെന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? sin x sin y x nπ + -1 പവർ n × y. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? sin x sin 4π/3. സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് x nπ nπ +-1 പവർ n × y. y എന്ന് പറഞ്ഞാൽ 4π/3 where n belongs to z. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കോസ് വരുന്നൊരു വാല്യൂവിൻ്റെ ജനറൽ സൊല്യൂഷൻ. കോസിൻ്റെ വാല്യൂവിന് ജനറൽ ഇതെന്തായിരുന്നു? cos x = cos y x = 2nπ ± y. x = 2nπ ± y. ഇതായിരുന്നു കോസിൻ്റെ തിയറം, രണ്ടാമത്തെ തിയറം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് കോസ്, ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് cos x = 1/2. cos x = 1/2. അപ്പം നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് വരുന്നത് ഏതൊക്കെ ക്വാഡ്രൻ്റാണ് നോക്കണം. കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് വരുന്നത് ഏതൊക്കെ ക്വാഡ്രൻ്റാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റും അതേപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റും. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ വാല്യൂ ഏതിനാണോ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത്, ഏതിനാണോ കോസ് ഏത് ഡിഗ്രിയുടെ കോസ് വാല്യൂ ആണോ 1/2 എന്നുള്ളത് നോക്കണം. എന്നിട്ട് അത് എടുത്തിട്ട് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് അത് ഒന്നാമത്തെ സൊല്യൂഷൻ ആ വാല്യൂ തന്നെ ആയിരിക്കും ഒന്നാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. രണ്ടാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ 2π - θ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ, നമ്മൾ എടുത്ത വാല്യൂ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആ ഒന്നാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒന്നാമത്തെ ക്വാഡ്രൻറ്റിൽ വരുന്നത് കോസിൻ്റെ ഏത് വാല്യൂയുടെ കോസ് വാല്യൂ ആണ് എന്ത്? 1/2. π/3 60യുടെ കോസ് വാല്യൂ ആണ്, കോസ് 60 ആണ് 1/2. അപ്പം കോസ് π/3 ആണ് എന്ത്? 1/2. അപ്പം നമുക്ക് ഈ വാല്യൂ കിട്ടി. ഇവിടെ ഒന്നാമത്തെ ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തീറ്റ തന്നെയാണ് ഇവിടുത്തെ വാല്യൂ. അപ്പം π/3 വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? അപ്പം cos x = cos π/3. നമ്മൾ തിയറം പറയുന്നത് എന്താ? x =
2n pi plus or minus pi by 3 where n belongs to z. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ കാണുന്നതെന്ന് മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് ടാനും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ചിലപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നിരുന്നാലും ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ്. പിന്നെ ഫസ്റ്റ് കേൾക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സഹിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞ് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മുന്നേ എഞ്ചിനീയറിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കീമൊക്കെ എഴുതുന്ന സമയത്ത്, എൻട്രൻസൊക്കെ എഴുതുന്ന സമയത്ത് സിമ്പിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അന്നപ്പം വേറെ കോച്ചിങ്ങിന് പോകേണ്ടി വരും. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിലായിട്ട് ലേൺ ബിസ് എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.